കേരളത്തിൽ ഇത്തവണ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് BJP പിടിക്കുന്ന വോട്ടുകളായിരിക്കും. അതിനുപരിയായിട്ട് BJP എത്ര സീറ്റുകൾ നേടും. ഇത് സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളുകളിലൊക്കെ BJP എന്തായാലും ഇത്തവണ വിജയിക്കും, MLA-മാർ അവർക്ക് ഉണ്ടാവും, അക്കൗണ്ട് വീണ്ടും തുറക്കും എന്നുള്ള രീതിയിലുള്ള പ്രവചനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് ഇത്തവണ പ്രാതിനിധ്യം നിയമസഭയിലുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് BJP ഇത്തവണ എത്ര സീറ്റുകൾ വരെ നേടിയേക്കാം, എന്താണ് സാധ്യതകൾ, ഇതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KP കൈലാസ്നാഥൻ നമ്മോടൊപ്പം ചേരുന്നു. ചാണക്യയുടെ ഒരു പ്രഡിക്ഷൻ, അതാണ് ഇപ്പം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കില്ല, BJP 11 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളൊരു പ്രൊജക്ഷനാണ് വന്നിരിക്കുന്നത്. എവിടെയൊക്കെ ആയിരിക്കും ഈ 11 സീറ്റുകൾ BJPക്ക് ജയിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ NDAക്ക്? ചാണക്യാണ് 3 to 11 എന്നുള്ളൊരു സംഖ്യ അവര് പറഞ്ഞിരിക്കുന്നത്. അതായത് BJPക്ക് 7 സീറ്റാണ്, 4 സീറ്റ് അത് ചിലപ്പോൾ കുറയാം, 4 സീറ്റ് കൂടിയേക്കാന്നുള്ളതാണ് അവരുടെ കാൽക്കുലേഷൻ. അവരുടെ കാൽക്കുലേഷൻ പ്രകാരം 2 മുന്നണിക്കും ചിലപ്പോൾ ഭൂരിപക്ഷം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഭൂരിപക്ഷമാണ് അവർ പറയുന്നത്. ഏത് മുന്നണിക്കും ഭൂരിപക്ഷം ചെയ്യാം. അങ്ങനെ ഒരു മറ്റ് പല സർവേകളും BJPക്ക് 0 to 3, ചിലത് മാത്രമാണ് 3 to 7. ഒരു സർവേ 10-14 സീറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. മുമ്പും ഈ സർവേകളൊക്കെ തന്നെ BJPക്ക് 0 to 3 ഒക്കെ 0 to 4 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2016 അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, 4-5 സീറ്റ് വരെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. 2016 ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു ചാനലുകളൊക്കെ പറഞ്ഞിരുന്നത്. എക്സിറ്റ് പോളുകാരൊക്കെ പറഞ്ഞു 0 to 5. പക്ഷെ അന്ന് BJPക്ക് 1 സീറ്റ് കിട്ടി, രാജഗോപാൽ നിയമത്തിൽ ലഭിച്ചു. 2021 BJPക്ക് സാധ്യതകൾ കൽപ്പിച്ചിരുന്നു, പക്ഷെ സീറ്റൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. അവിടെയൊക്കെ 0 എന്നുള്ളൊരു സംഖ്യ ഉണ്ടായിരുന്നു. 0 ആവാനും സാധ്യതയുണ്ട്, കാരണം നല്ല മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത്തവണ പല ചാനലുകളും 3 സീറ്റ് തന്നെ കിട്ടും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ചാണക്യാണ് കുറച്ചുകൂടി BJPക്ക് ഒരു ഊന്നൽ നൽകിയിരിക്കുന്നത്. അത് BJPയുടെ അണികളിലെ ഇടയിലൊക്കെ തന്നെ നല്ലൊരു ആവേശം അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. സത്യത്തില് 11-നേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതാണ്ട് ഒരു 10-16 സീറ്റിൽ BJP ഏതാണ്ട് ഒരേ നിലവാരത്തിലാണ് പോകുന്നത്. പക്ഷെ ആദ്യത്തെ ചില സീറ്റുകൾ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും നേമം കഴക്കൂട്ടം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഷുവറാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. കാരണം നേമത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 22,000 വോട്ടിന് ലീഡ് ചെയ്തിട്ടുണ്ട്. അതും LDF അല്ല രണ്ടാം സ്ഥാനത്ത് UDF ആണ്. ആ UDF ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ 3-ാം സ്ഥാനത്താണ്. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJP നല്ല പ്രകടനം, 3000-ലധികം വോട്ടിന്റെ ലീഡ് BJP ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം കൗൺസിലർമാരും BJPയുടെ സ്ഥാനാർത്ഥികളാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പുതുവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ നിലയ്ക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ശിവൻകുട്ടി എന്ന് പറയുന്നത് ആള് കുറെ അൺപോപ്പുലറാണ്, അദ്ദേഹം ഏജ്ഡായി. അങ്ങനെ ശിവൻകുട്ടി മത്സരിക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നില്ല. മാക്സിമം എത്ര വരെ പോകുമെന്ന് എല്ലാവർക്കും അറിയാം. മറ്റൊരു കാൻഡിഡേറ്റ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിർത്തിയത്. UDFന് K മുരളീധരനായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി. മുരളീധരൻ അന്ന് കുറച്ചുകൂടി പ്രതിച്ഛായുള്ള ഒരു നേതാവായിരുന്നു. പിന്നെ മുസ്ലിം വോട്ടുകൾ കുറച്ച് അദ്ദേഹം ആകർഷിച്ചു. പിന്നെ കരുണാകരന്റെ മകൻ എന്ന നിലയ്ക്ക്, കാരണം ഈ നിയമവും പഴയ നിയമവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്ന കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്ന് കരുണാകരൻ മത്സരിച്ച് ജയിച്ചൊരു മണ്ഡലമായതുകൊണ്ട് കരുണാകരന്റെ മകൻ എന്ന നിലയിൽ പഴയ BJPയിലേക്ക് മാറിപ്പോയ കോൺഗ്രസ് വോട്ടുകളൊക്കെ കുറെയൊക്കെ പിടിച്ചു നിർത്താൻ പഴയ തലമുറയിലെ മുരളീധരന് പറ്റി. 36,000 വോട്ടാണ് അദ്ദേഹം നേടിയത്. കാരണം തൊട്ടു മുമ്പ് 12,000-ലേക്കൊക്കെ താണ് ചാരുഗോപാൽ ഒക്കെ വളരെ UDFന്റെ സ്ഥിതി വളരെ പുറകിലേക്ക് പോയി. 20,000, 12,000-ലേക്ക് താണ് പോയ സ്ഥിതിയിൽ നിന്നാണ് 36,000-ലേക്ക് എത്തിച്ചത്. പക്ഷെ അദ്ദേഹം കുറച്ച് മുസ്ലിം വോട്ടും പിടിച്ചിരുന്നു എന്നുള്ളതാണ് കുറച്ച് ശിവൻകുട്ടിക്ക് കിട്ടാമായിരുന്ന. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് മുഴുവൻ കോൺഗ്രസിന് പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDFന് പോയി. സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് ആണ് ഇവിടെ പൊതുവെ നടന്നിരുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം കുറവാണ്, മുസ്ലിം ന്യൂനപക്ഷമാണ് നിയമത്തിൽ കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ മുരളി കുറച്ച് മുസ്ലിം വോട്ടും കഴിഞ്ഞ തവണ പിടിച്ചത്. അത് 36,000-ൽ ഒരു 3,000-4,000 വോട്ടെങ്കിലും അദ്ദേഹം പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്തവണ ശബരിനാഥാണ് സ്ഥാനാർത്ഥി. അത്രത്തോളം മുരളീധരനോളം കാലിബറുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംസാരം അങ്ങനെയാണ്. എന്നാൽ പോലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവരുടെ കമ്മിറ്റിയൊക്കെ അല്ലെങ്കിൽ മണ്ഡലത്തിൽ അവർ വിലയിരുത്തിയത് ശബരിനാഥ് ജയിക്കുമെന്നൊക്കെയാണ്. അത് ആർക്കും അതിന്റെ ഇപ്പൊ ശബരിനാഥ് 3-ാം സ്ഥാനത്ത് പോകുന്ന എല്ലാവർക്കും ഉറപ്പാണ്. ശബരിനാഥ് മുസ്ലിം വോട്ടും അത്ര പിടിക്കാൻ സാധ്യതയുള്ളൂ. കാരണം മുസ്ലിം വോട്ട്
സ്ട്രാറ്റജിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആണ് അത് മാറുന്നത്. അത് കേരളത്തിലെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അത് മാറുന്നത്, അത് കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആണ്. അപ്പം മുസ്ലിം വോട്ട് ശിവൻകുട്ടിക്ക് തന്നെയാണ് പോവുക. കുറച്ച് വേണമെങ്കിൽ ശബരിനാഥിൽ പോവാം. പക്ഷെ കെ മുരളീധരൻ പിടിച്ച അത്ര ഹിന്ദു വോട്ട് ശബരിനാഥ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ബി ജെ പി നിയമം എന്ന് പറയുന്നത് 50,000-ത്തിനടുത്ത് ബേസ് വോട്ട് ഉണ്ട്. 60,000-ത്തിലധികം വോട്ട് 61,000 വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയതാണ്. കുറെയൊക്കെ SIR-ലൊക്കെ കുറെ പോയിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ മെജോറിറ്റി അവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കേരളത്തിൽ ബി ജെ പിയുടെ ഷുവർ സീറ്റ്, കാരണം സിറ്റിംഗ് ഒരിക്കൽ ജയിച്ച സീറ്റാണത്. ബംഗാളിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, 2019 ഒരു വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ 2016 ജയിച്ചൊരു സ്ഥലമായതുകൊണ്ട് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് 2021 കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് സെറ്റ് ബാക്ക് ആയിരുന്നു. കഴക്കൂട്ടമാണ് പിന്നെ നിയമം കഴിഞ്ഞ അടുത്തത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ഒരു മെച്ചം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തും ആറ്റിങ്ങൽ, കഴക്കൂട്ടത്തും ഒക്കെ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, കഴക്കൂട്ടം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം 2016 അവിടെ മത്സരിച്ചിരുന്നു. നല്ല വോട്ട് 42,000 വോട്ട് പിടിച്ചിരുന്നു. പക്ഷെ പിന്നെ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു നേതാവാണ്. ക്ലീൻ ഇമേജ് ഉള്ള നേതാവാണ്. കോർപ്പറേഷനിലും വലിയ മുന്നേറ്റം. നേരത്തെ 5 സീറ്റായിരുന്നു, അത് വലിയ രീതിയിലായിരുന്നു അത് വർദ്ധിച്ചിരുന്നത്. ആ നിലയ്ക്ക് ബി ജെ പി ജയിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. പിന്നെ ഇത്ര മൈനോറിറ്റി വോട്ടില്ല. മൈനോറിറ്റി തന്നെ കൂടുതലും മുസ്ലിംസിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളാണ് കഴക്കൂട്ടത്തുള്ളത്. ശരത്ചന്ദ്ര പ്രസാദാണ് UDF സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ കേപ്പബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ശബരിനാഥിനേക്കാൾ കുറച്ചുകൂടി കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. കേപ്പബിലിറ്റി എന്ന് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. കാരണം ആ രീതിയിലല്ല, സാന്നിധ്യമാണ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ. ഇപ്പം രമേശ് ചെന്നിത്തലയും അങ്ങനെയുള്ള നേതാക്കന്മാരുടെ കൂടെ KSU സംസ്ഥാന പ്രസിഡന്റായിട്ടും CPM-മാരായിട്ട് തല്ലുപിടിയൊക്കെ നടത്തി വളർന്നു വന്ന ഒരു ഗ്രൗണ്ട് ലെവൽ ഒരു നേതാവാണ്. ശബരിനാഥിനെ പോലെ അച്ഛന്റെ ഒരു പാരമ്പര്യത്തിൽ വന്ന ആളല്ല, താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാനൊക്കെ അറിയാം. നല്ല വോട്ട് പിടിച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് എവിടെയും പോവാതെ പിടിക്കാം. അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിച്ചാൽ തന്നെ ബി ജെ പിക്ക് സുഖമായിട്ട് ജയിക്കാം. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ വോട്ടല്ല അത് സത്യത്തിൽ. CPM-ന് അത്ര വോട്ടില്ല. കാരണം CPM-നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 27% വോട്ടായിരുന്നു. അപ്പം അവരുടെ വോട്ട് അവരുടെ ജനസമ്പർക്കത്തിലൂടെ കിട്ടിയ വോട്ടാണ്. പക്ഷെ കടകംപള്ളിക്ക് ഒരുപാട് നെഗറ്റീവ് പോയിന്റ്സ് ഇത്തവണയുണ്ട്, പ്രത്യേകിച്ച് ശബരിമലയുടെ. അതുകൊണ്ട് തന്നെ കടകംപള്ളി തന്നെ ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിന്റെ ഡിഫൻസീവിലാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നതായിട്ട്. അതുകൊണ്ട് ഈ 2 സീറ്റ് ഓൾമോസ്റ്റ് ഷുവർ ആണ്. വോട്ടെടുപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സാധ്യത എന്ന സാധനത്തിൽ ഒരു 90%-ലധികം. അതിനൊപ്പം ഒരു 2 സീറ്റെങ്കിലും നിലവിലൊരു സാഹചര്യത്തിൽ കോർപ്പറേഷൻ ഭരണമൊക്കെ പിടിച്ച് ചരിത്രമൊക്കെ രചിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഹണിമൂൺ പീരീഡ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു 2 സീറ്റെങ്കിലും, അതായത് 4 സീറ്റ്, ഞാൻ പറയുന്നത് ഈ 2 സീറ്റ് കൂടാതെ തന്നെ ഒരു 2 സീറ്റെങ്കിലും കൂടുതൽ തിരുവനന്തപുരത്ത് നിന്ന് പിടിക്കേണ്ടതല്ല ബി ജെ പി. ഇപ്പൊ വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ, ഇവിടെയൊക്കെ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. ഇതില് പിന്നെ വട്ടിയൂർക്കാവ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത മണ്ഡലമാണ്. അപ്പൊ ആ നിലയ്ക്ക് BJPക്ക് 8,000 ഭൂരിപക്ഷം അങ്ങനെ എന്തോ നല്ല ഭൂരിപക്ഷം, രാജീവ് ചന്ദ്രശേഖരൻ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJP ലീഡ് ചെയ്ത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് സാധ്യതയുണ്ട്. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് BJP വളരെ പിറകിൽ പോയി. 2019 ഉപതെരഞ്ഞെടുപ്പ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അത് 27,000 വോട്ടാ കിട്ടിയോ സുരേഷിന്? ഈ മണ്ഡലം തന്നെ 2009 ആ പുനഃസംഘടനയ്ക്ക് ശേഷം 2011 ഇവിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വട്ടിയൂർക്കാവ്. അതുവരെ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്നു. നോർത്ത് മണ്ഡലത്തിലെ കുറെ ഭാഗങ്ങൾ ചേർന്ന് പുനഃസംഘടനയിൽ 2011 മുരളീധരൻ മത്സരിക്കുന്നു. നല്ല രീതിയിൽ 50%-ലധികം വോട്ട് പിടിക്കുന്നു. അദ്ദേഹം ജയിക്കുന്നു. അന്ന് BJPയുടെ VV രാജേഷ് വളരെ കുറച്ച് വോട്ട്, കാരണം BJPയുടെ ഗ്രൗണ്ട് ലെവൽ കുറവായിരുന്നു. 2016 കുമ്മനം രാജശേഖരനാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആദ്യത്തെ തവണ ചെറിയാൻ ഫിലിപ്പായിരുന്നു LDF-ന് സ്ഥാനാർത്ഥി. മുരളീധരൻ 2016 കുമ്മനം രാജശേഖരൻ 43,700 വോട്ട് പിടിച്ചിരുന്നു. അതായത് 32% വോട്ടാണ്. അന്ന് മുരളീധരന്റെ വോട്ട് 37%-ആയിട്ട് കുറഞ്ഞു. അതായത് കഴിഞ്ഞ തവണ 56,000 വോട്ട് പിടിച്ച മുരളീധരൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 51,000 കുറയാണ്. 5,000-ലധികം വോട്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞല്ലേ? BJP ആണെങ്കിൽ ഒരു കുതിച്ചു കയറ്റാണ്. കാരണം 2011 13,494 കിട്ടിയ BJP 43,000-ലേക്ക്.
പക്ഷെ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളാണ്. അതായത് മുരളി ലോക്സഭയിലേക്ക് വടകരയിൽ മത്സരിക്കുന്നു. ആ സമയത്ത് പിന്നെ നമ്മുടെ കോവിഡ് കാലത്ത് പിന്നെ മിസ്റ്റർ ബ്രോ എന്നൊക്കെ രീതിയിലൊക്കെ പ്രശാന്ത് അവതരിപ്പിക്കുകയാണ്. അത് സത്യത്തിൽ പ്രശാന്തിന്റെ ക്രെഡിറ്റ് അല്ല, അത് അവിടുത്തെ കളക്ടറുടെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു. പക്ഷെ അത് CPM-ന്റെ PR വർക്കിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ഒരു ഈഴവ കാൻഡിഡേറ്റ് ആണ്. അപ്പം ഈഴവ വോട്ടുകളുടെ കോൺസെൻട്രേഷൻ മൈനോറിറ്റി വോട്ടുകളൊക്കെ തന്നെ നായരല്ലാത്ത കാൻഡിഡേറ്റിന് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കേണ്ടത്. ആ സമയത്ത് BJP-യുടെ വോട്ട് കാര്യമായിട്ട് കുറഞ്ഞു. BJP-ക്ക് 22% വോട്ടേക്ക് 27,000 വോട്ടിലേക്ക് കുറഞ്ഞു. പ്രശാന്ത് വലിയ 54,000 വോട്ടാണ് പ്രശാന്ത് 54%. കോൺഗ്രസിന്റെ മോഹൻകുമാർ. അങ്ങനെയാണ് ആ മണ്ഡലം LDF-ലേക്ക് പോകുന്നത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് തന്നെ ജയിക്കാണ്. നല്ല വോട്ടാണ് പ്രശാന്ത് 61,000 വോട്ട് ജയിക്കും. 44% വരുമ്പോൾ ഏതാണ്ട് അതേ ശതമാനം തന്നെയാണ്. പക്ഷെ വോട്ടിംഗ് കുറച്ച് കൂടുതലാണ്. VV രാജേഷ് ആയിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 40,000 വോട്ട് പിടിക്കുന്നുണ്ട്. 28.77%. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് BJP-ക്ക് നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുള്ള സ്ഥലമാണ്. ഇത്തവണ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ ജയിച്ചു. കോർപ്പറേഷൻ തന്നെ BJP-യുടെ പട്ടം ഭാഗത്തെ BJP കുറച്ച് വീക്കാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം 2 സംഘടനാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരു ഭാഗത്ത് വളരെ സ്ട്രോങ് ആണ്, മറുഭാഗത്ത് അത്ര സ്ട്രോങ് അല്ലെങ്കിലും. പക്ഷെ ഇത്തവണ പട്ടം ഭാഗത്തൊക്കെ പോയ സമയത്ത് ശ്രീലേക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ പ്രശാന്തിന്റെ ഒരു ഇമേജ് കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ അദ്ദേഹം ജയിക്കില്ല. അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ BJP-ക്ക് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടത്തെ പോലെ നിയമത്തെ പോലെ അവർ ഉറച്ചു പറയുന്നില്ലെങ്കിലും വട്ടിയൂർക്കാവ് അവർക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു 3ാമത്തെ സ്ഥലമായിട്ട് നമുക്ക് വട്ടിയൂർക്കാവ്. പിന്നെ ഒന്നുള്ളത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെയാണ് ഇരു മുന്നണികളും ആശ്രയിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തവണ ഇടതു മുന്നണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് ആണ്, വേറെ കേരള കോൺഗ്രസ്. പക്ഷെ അദ്ദേഹത്തിന് 8 വാർഡുകളുണ്ട് തീരമേഖലയിൽ. ഇവിടെ 15 വാർഡുകളാണ്. ആ വാർഡുകളിൽ അദ്ദേഹത്തിന് നല്ല കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകളാണ്. അതുകൊണ്ടാണ് അപ്പൊ CPM-ന്റെ വോട്ടും ക്രിസ്ത്യൻ വോട്ടും കിട്ടിയതോടുകൂടിയാണ് അയാൾ ജയിക്കുന്നത്. BJP 2 തവണയും BJP-ക്ക് ഏതാണ്ട് 10,000 വോട്ട്, ഒരേ ശതമാനം വോട്ടും ഏതാണ്ട് ഒരേ വോട്ടുമാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ കൃഷ്ണകുമാറാണ് മത്സരിച്ചിരുന്നത്. തൊട്ട് മുമ്പത്തെ തവണ ശ്രീശാന്താണ്. പക്ഷെ ഇത്തവണ BJP-ക്കുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സീറ്റ്, UDF-ന്റെ സീറ്റ് CP ജോണിനാണ് കൊടുത്തത്. അപ്പൊ ശിവകുമാറിനൊന്നും സീറ്റ് കിട്ടും. സ്വാഭാവികമായിട്ടും ഹൈന്ദവ മേഖലയിൽ നിന്ന് ശിവകുമാറിന് കിട്ടുന്ന വോട്ടുകൾ, ആ വോട്ടുകളിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കും. അത് BJP-യിലേക്ക് വരാനുള്ള സാധ്യത. കരമന ജയൻ പിടിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കരമന ജയന് ജയിക്കാൻ സാധ്യത. LDF കാൻഡിഡേറ്റ് വീക്കാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുള്ള വാർഡുകളിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. BJP-ക്ക് എല്ലാ ഇപ്പൊ വഴുതക്കാട് തൈക്കാട് വാർഡുകളിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP-ക്കാണ് വോട്ട്. ബാക്കിയുള്ള വഞ്ചിയൂര് കുറച്ച് CPM-ന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പേട്ട ബാക്കി എല്ലാ വാർഡുകളിൽ നിന്നും ശ്രീകണ്ഠേശ്വരമാണെങ്കിലും ബാക്കിയെല്ലാം കോൺഗ്രസ് ആണ് ജയിച്ചെങ്കിലും BJP-ക്കാണ് ഇലക്ഷനിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ നോക്കുന്നത് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ CP ജോൺ ജയിക്കുമെന്നാണ് പറയുന്നതെങ്കിലും BJP-ക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം BJP-യുടെ വിജയ സാധ്യതകളുടെ പട്ടികയിൽ തിരുവനന്തപുരം പെടുത്തുന്നതിൽ തെറ്റില്ല. കരമന ജയനെ സംബന്ധിച്ചിടത്തോളം അത്രയും ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള അദ്ദേഹത്തിന് നഗരത്തിൽ നിന്നുള്ള പിന്തുണ കിട്ടിയിരുന്നു. അപ്പം CP ജോൺ വളരെ മാന്യനായ ജെന്റിൽമാനായ ആളാണെങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊക്കെ അറിയാം എന്നല്ലാതെ സാധാരണ ജനങ്ങളുടെ അത്രത്തോളം പാർട്ടി അല്ലല്ലോ. അതുകൊണ്ടാണ് CP ജോണിന്റെ പാർട്ടി ചെറിയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിനുള്ള അവസരം കുറവാണ്. അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ആണ്, രാഷ്ട്രീയത്തിലെ ഒരു മാന്യനാണെന്നൊക്കെ ആണെങ്കിൽ പോലും. പിന്നെ അത് കഴിഞ്ഞാൽ കാട്ടാക്കടയാണ് പിന്നെ ഒരു പ്രതീക്ഷയുള്ള. കാട്ടാക്കടയിൽ ഒരു പ്രത്യേകത, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്ത മണ്ഡലമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. ആ സെഗ്മെന്റിൽ BJP ലീഡ് ചെയ്തു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് 2 ഭാഗത്താണ് BJP ലീഡ് ചെയ്തത്. ഒന്ന് ആറ്റിങ്ങലും ഒന്ന് കാട്ടാക്കട. അതേസമയത്ത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇപ്പൊ വാമനപുരത്താണെങ്കിലും നെടുമങ്ങാടാണെങ്കിലും ചെറിയൻകീഴാണെങ്കിലും പിന്നെ അരുവിക്കരയാണെങ്കിലും ഒക്കെ തന്നെ BJP നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. V മുരളീധരൻ ഏതാണ്ട് 15,000 വോട്ടിൽ താഴെയാണ് പറഞ്ഞത്. 3,10,10,000 വോട്ട്. അപ്പൊ അതില്
നല്ലൊരു പങ്ക് വന്നിരുന്നത് കാട്ടാക്കടയിൽ നിന്ന് ആറ്റിങ്ങലാണ്. അപ്പൊ ഈ രണ്ട് സീറ്റിൽ ഇവിടെ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് സുധീറാണ്. അദ്ദേഹം 2 തവണയായിട്ട് അവിടെ മത്സരിക്കുകയാണ്. സെക്കൻഡ് വന്ന ആളാണ്. കൃഷ്ണദാസ് എനിക്ക് തോന്നുന്നു 4ാമത്തെ തവണ 3 തവണ വന്ന ഒരു നാട്ടുകാരനെ പോലെ അദ്ദേഹം അവിടെ പരിചിതനായി കഴിഞ്ഞു. ഈ 2 സീറ്റിലും ജയിക്കുന്ന പീപ്പിൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഒക്കെ പറഞ്ഞു, ഏജൻസി ഒക്കെ പറഞ്ഞു. അദ്ദേഹം തദ്ദേശീയനല്ല എന്നുള്ളൊരു ആരോപണം അവർ ഉയർത്തുന്നുണ്ട്. പിന്നെ CPM അവിടെ ജയസാധ്യത കുറവാണ്. കാരണം തുടക്കത്തിലൊക്കെ ഏറ്റവും നല്ല ജനങ്ങളായിട്ട് ബന്ധമുള്ള MLA ആണ് എന്നൊക്കെ ഉള്ള ഒരു IB സതീഷ് ഉണ്ടെങ്കിലും IB സതീഷ് ജയിക്കാൻ കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനകത്തുള്ള വടംവലിയിൽ സഹായിക്കുകയും ചെയ്തു. അതായത് മലയൻകീഴ് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശക്തൻ നാടാരെ തോൽപ്പിച്ചതാണ് എന്നാണ് 2016 അവർ ധരിച്ചു വെച്ചത്. അങ്ങനെയാണ് IB സതീഷ് ജയിക്കുന്നത്. ശക്തനെ തോൽപ്പിച്ചാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശക്തന്റെ അനുയായികൾ 2021 സ്ഥാനാർത്ഥിയായിരുന്ന മലയൻകീഴ് വേണുഗോപാൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സതീഷിന് വോട്ട് ചെയ്തു. അപ്പൊ ഈ 2 തവണയും ഈ കോൺഗ്രസിലെ പടലപ്പിണക്കം IB സതീഷിന് ഗുണമാകുകയാണ് ചെയ്തത്. പക്ഷെ ഇത്തവണ നല്ലൊരു കാൻഡിഡേറ്റിനാണ് അവർ നിർത്തിയിരിക്കുന്നത്. ശക്തനാണെങ്കിൽ നെയ്യാറ്റിൻകരയ്ക്ക് പോകും. അവിടെയും ശക്തന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന BJPക്ക് 4 സീറ്റിലാണ് സാധ്യത. പക്ഷെ വർക്കല BJP നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. വർക്കലയിൽ പിന്നെ CPM നേതാവ് ആണ് രശ്മി സുന്ദരേശൻ. വലിയ CPM നേതാവിന്റെ മകളാണ്. അവർ ഏരിയ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. BJPക്കും നല്ല പെർഫോമൻസ് ആണ്. പൊതുവെ വർക്കലയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് കിട്ടുക. വർക്കല ചിറയൻകീഴിലൊക്കെ വോട്ട്. ചിറയൻകീഴ് പട്ടികജാതി മണ്ഡലത്തിലും BJP അവിടത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പം BJP 11 സീറ്റൊക്കെ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൽ ഒരു ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. എല്ലാവരും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പല കണക്കെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കെടുപ്പിലൊക്കെ ചാത്തന്നൂരിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. ഗോപകുമാർ അദ്ദേഹം നേരത്തെ SNDPയുടെ യൂണിയൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് മികവ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് വന്നു എന്നതാണ്. അത് മാത്രമല്ല വോട്ടിങ്ങിൽ വളരെ ജമ്പിങ് ആണ്. അദ്ദേഹം 2016 33,999 വോട്ട്, അതായത് 24.92, 4-1 വോട്ട് അദ്ദേഹം 25% വോട്ട് നേടിയ അദ്ദേഹം തൊട്ടടുത്താണ് 30%, അതായത് 42,000 ചെയ്യുന്നത്. അതേ സമയത്ത് കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ ജയിക്കുന്ന ജയലാലിന്റെ വോട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ജയലാൽ ആദ്യം 52,000 വോട്ട് നേടി, പിന്നെ 50,000 വോട്ടായി, പിന്നെ 43,000 വോട്ടായി, കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പൊ BJPക്ക് 20,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മറികടക്കാൻ BJPക്ക് പറ്റും എന്നുള്ളതാണ് ഒരു തോന്നൽ. കോൺഗ്രസിനാണെങ്കിൽ വലിയ നേതാക്കൾ പീതാംബരക്കുറുപ്പിനെ പോലത്തെ പിന്നെ നേതാവ് സൂര്യനാട് രാജശേഖരൻ അവർക്കൊന്നും ജയിക്കാൻ പറ്റില്ല. പിന്നെ സാമുദായികം നോക്കുമ്പോൾ എല്ലാവരും ഒരേ സമുദായമാണ്. പക്ഷെ ഇദ്ദേഹം തദ്ദേശീയനാണ് എന്നുള്ളൊരു ഗുണം കൂടി, ജനകീയനാണ്. അദ്ദേഹം ഒരു ജയം അർഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പൊതുവെ ആളുകളുടെ സിമ്പതിയൊക്കെ വന്നതുകൊണ്ട് ഗോപകുമാർ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമായിരിക്കും. അതാണ് ഒരു തിരുവനന്തപുരം, കൊല്ലം ആണ് ഒരു പ്രധാനപ്പെട്ട. പിന്നെ പത്തനംതിട്ടയിൽ ഇപ്പൊ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ല. പക്ഷെ തിരുവല്ലയിൽ അനൂപ് ആന്റണിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് അദ്ദേഹത്തെ നേരിട്ട് പുകഴ്ത്തുകയും അപ്പം ഒരു പള്ളിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളിയുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ടും അനൂപ് ആന്റണി ജയിക്കും. നമ്മുടെ BJPക്ക് നല്ല സ്വാധീനമുള്ള BJPക്ക് അത്യാവശ്യം വോട്ടുണ്ട്. തിരുവല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു മാർത്തോമാക്കാരുടെ ആസ്ഥാനാണ് തോന്നുമെങ്കിൽ പോലും BJPക്ക് എന്നോ സാന്നിധ്യമുണ്ട്. BJPക്ക് ഒരുപാട് പഞ്ചായത്തുകളിലൊക്കെ തന്നെ BJPക്ക് സ്വാധീനമുള്ള പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളി ഇതാണ് ഒരു ട്രയോ. അതിനകത്തുള്ള ഒരു അവിടെ ഒന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. ആ മണ്ഡലം പരമ്പരാഗതമായിട്ട് BJPക്ക് ഉള്ളൊരു ശക്തി കേന്ദ്രമാണ്. വാടൂർ മണ്ഡലമൊക്കെ മുമ്പുണ്ടായിരുന്ന ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി, അതായത് ജയരാജ് മത്സരിക്കുന്ന നാരായണക്കുറുപ്പിന്റെ മകൻ ജയരാജ് മത്സരിക്കുന്നതാണ്. അവിടെ നേരത്തെ BJPയുടെ ഒരു മനോജ് നന്നായിട്ട് വോട്ട് പിടിച്ചിരുന്നു. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചിട്ട് അത്ര വോട്ട് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം ജോർജ് കുര്യന് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുകയാണെങ്കിൽ ജോർജ് കുര്യൻ അവിടെ നിന്ന് ജയിക്കാൻ പറ്റും. പക്ഷെ പള്ളിയുടെ ഒക്കെ നിലപാട് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കുറച്ച് ഔട്ട്സ്പോക്കൺ ആണല്ലോ. കുര്യൻ അത്ര വിട്ടുവീഴ്ചയൊന്നും തയ്യാറല്ലല്ലോ. അതൊക്കെ എത്രത്തോളം. പക്ഷെ അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനൊക്കെ ആയിരുന്നു. അങ്ങനെ ക്രിസ്തു മത വിഭാഗങ്ങളായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ എത്രത്തോളം പക്ഷെ ഒരു സാധ്യതയുള്ള മണ്ഡലം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യത പൂഞ്ഞാറിലും പാലായിലാണ്. കാരണം പൂഞ്ഞാറില് PC ജോർജ് 1980 മുതൽ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് ജയിച്ചു.
രണ്ടു പാർട്ടികളുടെ സഹായം ഇല്ലാതെ അദ്ദേഹം പിന്നീട് ജയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 42,000 വോട്ടാണ് കിട്ടിയത്. അദ്ദേഹം തോറ്റുപോയി. പക്ഷെ വേറെ കാരണം അന്നും ബി ജെ പിക്ക് 10-18,000 വോട്ട് അവിടെയുണ്ട്. അപ്പൊ ഈ 2 വോട്ട് കൂടി വരുന്ന സമയത്ത് വേണമെങ്കിൽ ജയിക്കാം. കാരണം മുസ്ലിങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന് പണക്കം തുടങ്ങുന്നതിന് ശേഷമാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ വലിയ വോട്ട് നിലപാടുകളുടെ പേരിൽ വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പൊ അതുകൊണ്ട് സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ എല്ലാവർക്കും ഒരു സംശയം തോന്നിയത് ഇത് പള്ളിയൊക്കെ ശക്തമായിട്ട് തള്ളി പറഞ്ഞത് ആ പള്ളി വോട്ട് ചെയ്തില്ല. കാരണം ജയിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് അങ്ങനെ പറയാൻ സാധ്യതയില്ല. മുൻകൂർ ജാമ്യമാണോ പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ പക്ഷെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാരണം പാലാ ബി ജെ പിക്കും നല്ല 10-32,000 വോട്ട് ബി ജെ പിയുടേതായ രീതിയിലുണ്ടെന്നുള്ളതാണ് അവരുടെ അനുമാനം. അതിന്റെ കൂട്ടത്തിൽ പണ്ട് പൂഞ്ഞാറ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ചില ഭാഗങ്ങൾ, അതായത് പി സി ജോർജ് MLA ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ബന്ധമുള്ള പുതിയ ഇപ്പോഴത്തെ പാലായിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10-20,000 വോട്ടൊക്കെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സുഖമായിട്ട് പാലാ ജയിക്കാം. അപ്പം ആ ഒരു ബെൽറ്റില് എന്തെങ്കിലും ഒരു 0 to 3 എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റും. ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത മണ്ഡലങ്ങൾ. അവിടെ നിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് നേരെ പോവാണ്. ഇപ്പൊ സാധ്യത എന്ന് പറയുമ്പോൾ കുന്നത്തുനാട് 2020 ഒരു ജന്മസ്ഥലമാണ് കുന്നത്തുനാട്. അവര് 4 പഞ്ചായത്ത് ജയിച്ചിരുന്നു. പിന്നീട് അത് 2 പഞ്ചായത്തായിട്ട് മാറി. ആ 2 പഞ്ചായത്തായിട്ട് കുറഞ്ഞു തന്നെ മറ്റ് 2 മുന്നണികളും അവരെ എതിർത്തുകൊണ്ടാണ്. പിന്നെ അവരെ കുറെയൊക്കെ ഒരു മെത്രാൻ കക്ഷികളുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെ ഓർത്തഡോക്സ് അല്ല, മറ്റേ യാക്കോബൈസ് മെത്രാൻ കക്ഷികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടോ സാബുവിന്. പിന്നെ സാബുവിന്റെ ഒരു പാർട്ടിയുടെ പ്രത്യേക രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട പാർട്ടിയാണ്. അതിപ്പോ BJP ചേർന്നതുകൊണ്ട് അവർക്ക് വോട്ട് നഷ്ടപ്പെടുമോ? ആയിരിക്കാം. കാരണം അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് ജയിക്കും എന്നുള്ള. കാരണം അവരെ 2 പാർട്ടികളും എതിർത്ത സമയത്തും അവർ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതിൽ അവർക്ക് ചിലപ്പോൾ വിയോജിപ്പ് ഉണ്ടാവുന്നില്ല. പക്ഷെ രാഷ്ട്രീയത്തിന് അതീതം എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന ആളുകൾ BJPയുടെ കൂടെ വരുന്ന സമയത്ത് ചിലപ്പോൾ മാറിക്കൂടായികയില്ല. എന്നാൽ പോലും വളരെയധികം സാധ്യത അതൊരു സംവരണ മണ്ഡലമാണ്. അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ദീപകരനാണ് അവിടെ മത്സരിക്കുന്നത്. സാധ്യതയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം NDAക്ക് ഒരു സാധ്യതയുള്ള മണ്ഡലമാണ്. ഇനിയിപ്പോ പറയുകയാണെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ സാധ്യത പാലക്കാട് തൃശ്ശൂർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറെ ഉണ്ട്. നിയമസഭയിൽ ശോഭയുടെ സാന്നിധ്യം ഒരു ഷോ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് ലീഡർ ബഹളമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്. പക്ഷെ അവിടെ ഒരു ഡെമോഗ്രഫി പലപ്പോഴും BJPക്ക് അനുകൂലമല്ല. കാരണം പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രം പാലക്കാട് നഗരസഭ. പിന്നീടുള്ള 3 പഞ്ചായത്തുകളിൽ BJP അത്രമാത്രം ശക്തിയില്ല. അവിടെ 2 പഞ്ചായത്തിൽ CPM വളരെ ശക്തമാണ്, ഒരു പഞ്ചായത്തിൽ UDF വളരെ ശക്തമാണ്. കണ്ണാടി മാത്തൂറും CPM ആണ്, ഇരായിരി UDF. അവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയും അവിടെ ഒരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. നടത്തി കഴിഞ്ഞൊന്നും അറിയില്ല, അത് കഴിഞ്ഞു. പിന്നെ പക്ഷെ വലിയ കേന്ദ്രീകരണം ഇവിടെ പാലക്കാട് നടന്നിട്ടുണ്ട്. പക്ഷെ ശോഭയ്ക്ക് അനുകൂലമായ ഒരു ഘടകം എന്താന്ന് പറഞ്ഞാല് മുസ്ലിം ന്യൂനപക്ഷ വോട്ടാണ് BJPയെ തോൽപ്പിക്കുന്നത് സ്ഥിരമായിട്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേട്ടം എന്നായിരുന്നു. പക്ഷേ ഇത്തവണത്തെ CPM സ്ഥാനാർത്ഥി അദ്ദേഹം കുറെ മുസ്ലിം വോട്ട് പിടിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ മുസ്ലിം വോട്ടുകൾ മുഴുവൻ അത് CPM-ന്റേതായാലും നേരെ പോകുന്നത് ഇവിടത്തേക്കാണ്, UDF-ലേക്കാണ്. പക്ഷെ മുസ്ലിം വോട്ടുകൾ റസാഖ് പിടിക്കുകയാണെങ്കിൽ, കാരണം മുമ്പും നൌഷാദൊക്കെ നിന്ന സമയത്ത് CPM ജയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ജയിച്ചത് ദിവാകരൻ മത്സരിച്ച സമയത്താണ്. അത് കുറച്ചൊക്കെ സവർണ വോട്ടും ഒക്കെ അദ്ദേഹത്തിന് അന്ന് കിട്ടിക്കാണ്. ഈ വിവാദം എത്രത്തോളം അവസാനം ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാങ്കേതിക പ്രശ്നം, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ചട്ടവട്ടത്തിൽപ്പെട്ടതാണ് സ്ഥാനാർത്ഥിക്ക് പണം കൊടുക്കാൻ പാടില്ല, സ്ഥാനാർത്ഥി അങ്ങോട്ട് പണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അത് വിഷയമല്ല. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. വൻതോതിൽ സ്ത്രീകളെയൊക്കെ മൊബിലൈസ് ചെയ്യാൻ ശോഭയ്ക്ക് പറ്റിയിരുന്നു. ശോഭ ജയിച്ചുകൂടായികയില്ല. ജയിക്കുമെന്ന് നമുക്കൊരു നിയമം കഴക്കൂട്ടം പോലെ പറയാൻ പറ്റില്ലെങ്കിലും ജയിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്കൊന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പോവാം. അതായത് ഈ മഞ്ചേശ്വരം, അതേപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മഞ്ചേശ്വരമാണ്. K. സുരേന്ദ്രൻ എന്തായാലും ഇത്തവണ ജയിക്കണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തെ പോലെ ഇത്രയും ശക്തനായ ഒരു ലീഡർ നിയമസഭയിൽ വേണം. അദ്ദേഹത്തെ അർഹിക്കുന്നുണ്ട്. 89 വോട്ടിനൊക്കെ പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇത്തവണ എങ്ങനെയാണ്? പൊതുവെ ഇപ്പം പറയുന്നത് വളരെ ടൈറ്റ് ആണ്, UDF-ന് ഒരു മേൽക്കൈ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ BJP ക്യാമ്പിന് ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അവിടെയും ഈ ഡെമോഗ്രഫിയുടെ ഒരു വിഷയമുണ്ട്. കാരണം BJPക്ക് 65,000 വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയത്.
2021 അന്ന് സുരേന്ദ്രൻ 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു, കോന്നിയിലും മഞ്ചേശ്വരം. അദ്ദേഹത്തിന് അത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അദ്ദേഹം 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതിനെ വലിയ വിവാദമാക്കി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് നിർബന്ധത്തെ തുടർന്നാണ് മത്സരിച്ചത്, അല്ലാതെ സ്വയം ഒരു ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിച്ച കേന്ദ്ര അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. കേന്ദ്ര നേതൃത്വം നിർബന്ധപ്രകാരമാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരണമാണ്. മാത്രമല്ല ഒരു മമതയുണ്ട് അദ്ദേഹത്തോട്. 2 തവണ തോറ്റ ആളല്ലേ, അദ്ദേഹം ജയിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത, SIRൽ ഒരുപാട് വോട്ടുകൾ പോയി. BJP കഴിഞ്ഞ തവണ 65,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 66,000 വോട്ടാണ് ലീഗിന് കിട്ടിയിരുന്നത്. പക്ഷെ ലീഗിന്റെ SIRൽ പോയ വോട്ടുകളൊക്കെ തന്നെ അവര് വീണ്ടും ചേർപ്പിച്ചു. BJPയുടെ അത്രമാത്രം അവർക്ക് ചേർപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം പലവരും കർണാടകത്തിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. പക്ഷെ സുരേന്ദ്രന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദു വോട്ടില് നല്ലൊരു കേന്ദ്രീകരണം വന്നിട്ട്. കാരണം ഏതാണ്ട് കണക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് 1,86,000 വോട്ടാണ് അവിടെ പോൾ ചെയ്തത്. അതിൽ തന്നെ 1,00,000-ലധികം വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ്. 85,000-ഓളം വോട്ടുകൾ, 82,000-ഓളം വോട്ടുകളാണ് ഹിന്ദു വോട്ടായിട്ട്. അങ്ങനെ വളരെ കറക്റ്റ് അല്ല, ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ്. അതിനകത്ത് നല്ലൊരു ശതമാനം, ഏതാണ്ട് ഓൾമോസ്റ്റ് സുരേന്ദ്രന് പിടിക്കാൻ പറ്റും. പിന്നെ CPM-ന് ഒരു 40,000 വോട്ട് അവിടെ ഉണ്ട്. 38,000. പക്ഷെ ആ വോട്ട് പിടിക്കുകയാണെങ്കിൽ, ജയന്തൻ പിടിക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റും. പിന്നെ അഷറഫിനോടും വിരോധമുള്ള കുറെ ആളുകളുണ്ട്. ഇതിനുള്ളൊരു പ്രശ്നം. പിന്നെ ഒരു കാൻഡിഡേറ്റ് എന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ കാൻഡിഡേറ്റ് സുരേന്ദ്രനാണ്. അയാൾ മണ്ഡലത്തിൽ ജയിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ആളുകൾക്കുണ്ട്. ഇതേ ഒരു സാഹചര്യം കാസർഗോഡ് നിൽക്കുന്നുണ്ട്. കാസർഗോഡ് ഒരു ത്രികോണ മത്സരം. കാസർഗോഡുള്ളൊരു BJPക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത്, കാസർഗോഡ് അതിശക്തനായ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം വോട്ട് പിടിച്ചെന്നാണ് പറയുന്നത്. ഒരു 40,000 വോട്ടൊക്കെ പിടിച്ചെന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട്. മുസ്ലിം വോട്ട് അദ്ദേഹം പിടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നേട്ടം BJPക്കാണ് ഉണ്ടാവുക. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അശ്വിനിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഇത്രയും മണ്ഡലങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങനെ കേൾക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ വല്ല സാധ്യതയുണ്ടോ? തൃശ്ശൂർ നല്ല സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂർ BJP ലീഡ് ചെയ്തിരുന്നതാണ്. സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ്. ആ സമയത്ത് തൃശ്ശൂർ സെഗ്മെന്റില് ലീഡ് ചെയ്തിരുന്നതാണ്. പിന്നെ പത്മജ തന്നെ സുരേഷ് ഗോപിക്കെതിരായിട്ട് മത്സരിച്ചതാണ്. ചെറിയ വോട്ടിനാണ് പത്മജ തോറ്റുപോയത്. അതുകൊണ്ട് തന്നെ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനം കുറച്ചൊക്കെ ഉണ്ട്. അപ്പം രാജൻ പല്ലനെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. പക്ഷെ BJPക്ക് ജയിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മണലൂരും നാട്ടികയിലും BJP വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. മണലൂര് BJP സംസ്ഥാന സെക്രട്ടറി അനീഷാണ്. ജനകീയനാണ്, നല്ല വർക്കായിരുന്നു. നാട്ടികയിൽ സിറ്റിംഗ് MLA, CPIയുടെ സിറ്റിംഗ് MLA ആണ് പറയുന്നത്. BJPക്ക് ഡിഫറൻസ് ഒരു 10,000-20,000 വോട്ടിന് ഡിഫറൻസ് ഉണ്ട് LDF ആയിട്ട് നോക്കുന്ന സമയത്ത്. ഇത് കഴിഞ്ഞ നിയമസഭ. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്തതാണ്. അത് കുറെയൊക്കെ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ടുകളായിരിക്കാം. പക്ഷെ എന്നാലും അവിടെ വലിയൊരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പാലക്കാട് മലമ്പുഴയിലും BJPക്ക് നല്ല സാധ്യത. കാരണം മലമ്പുഴ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. ഓരോ വർഷവും വോട്ട് നൽകുന്ന 2ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. 50,000-ലധികം വോട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. 70,000-ലധികം വോട്ടാണ് LDF. പക്ഷെ LDF-ന് ഇപ്പോഴത്തെ കണക്കുകൾ 60,000 വോട്ടേ അവർക്ക് കിട്ടുമെന്നതാണ് കാണുന്നത്. BJP സംഘടനാപരമായിട്ട് ഒരു 56,000 വോട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ കൃഷ്ണകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടി വേണമെങ്കിൽ അവിടെ ജയിക്കാൻ. കാരണം ഇവിടെ സുരേഷിനെയാണ് അവർ നിർത്തിയിരിക്കുന്നത്, VS അച്യുതാനന്ദന്റെ മുൻ. പക്ഷെ അദ്ദേഹം അത്ര വലിയൊരു ജനകീയ നേതാവെന്നില്ല. അദ്ദേഹത്തിന് ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ CPM-ൽ നിന്ന് കുറെ വോട്ടുകൾ അദ്ദേഹം പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കൃഷ്ണകുമാറിലേക്ക്. നല്ല ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അട്ടിമറി ജയം നേടിയേക്കാം. ഇതാണ് ഒരു പൊതുവെയുള്ള ഒരു സാഹചര്യം. എന്തായാലും ഇത്തവണ പ്രാതിനിധ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 11-ലെത്തുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം.